നിങ്ങൾ പച്ച വെള്ളം കുടിച്ചാൽ പോലും വണ്ണം വെക്കുന്ന ഒരാളാണോ? ഞാൻ അങ്ങനത്തെ ഒരാളാണ്. എനിക്കിപ്പം ഒരു ഫുഡ് കഴിക്കണമെന്നൊന്നുമില്ല വണ്ണം വെക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അല്ലാതെ പോലും ഞാൻ വണ്ണം വെക്കും. ഞാനൊരു ദിവസം പട്ടിണി കിടന്നാൽ പോലും എൻ്റെ വെയിറ്റിൽ ഒരു മാറ്റം ഇല്ലായിരിക്കും കേട്ടോ. അതേപോലെയാണ് ഞാൻ. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ എനിക്കൊരു 8 വയസ്സ് വരെ ഞാൻ മെലിഞ്ഞാണ് ഇരുന്നത്. അതിനുശേഷം ഞാൻ വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പം പറഞ്ഞാൽ എനിക്ക് നല്ല വണ്ണമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ബോഡി ഷേമിങ് കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. കൂടുതലും പഠിക്കുന്ന സമയത്തായിരുന്നു, ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്നൊക്കെയാണ്. അപ്പോൾ അവർ തമാശയ്ക്ക് പറയുന്നതായിരിക്കും. പക്ഷെ നമുക്കത് ഭയങ്കര ഫീൽ ചെയ്യും. ഭയങ്കര സങ്കടം കണ്ടോട്ടോ അങ്ങനെ ആ സമയത്തൊക്കെ. പക്ഷെ അന്നേരം തിരിച്ചൊന്നും പറയത്തില്ല, അല്ലെങ്കിൽ ചിരിച്ചോണ്ട് ഇങ്ങനെ കേട്ടോണ്ടൊക്കെ. ഇപ്പോഴും അതിന് വലിയ കുറവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. 2026 വലിയ മാറ്റമൊന്നും ഇല്ല. ഇപ്പോഴും നമ്മളെ പല ആൾക്കാരും ആദ്യം കാണുമ്പോൾ ചോദിക്കുന്നതാണ്, എന്തൊരു വണ്ണമാണ് ഇത്, ചോറൊക്കെ കുറച്ച് കഴിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മളൊരു നോട്ടമുണ്ട്, ഒരു വല്ലാത്ത നോട്ടം, അടി തൊട്ട് മേൾ വരെ. ആ നോട്ടം നമുക്ക് മനസ്സിലാവും ഇവരെന്താണ് അങ്ങനെ നോക്കുന്നതെന്നുള്ളത്. കുറെ നാൾക്ക് ശേഷം കുറച്ച് ആൾക്കാർ കാണുമ്പോൾ നമ്മളെ ഉപദേശങ്ങളാണ്, രാവിലെ നടക്കാൻ പോകണം, ഫുഡ് ചോറൊക്കെ കുറച്ച് കഴിക്കണം എന്നൊക്കെ. ഇവരൊക്കെ വിചാരം രാവിലെ ഞാൻ ഇരുന്നിട്ട് ഒരു കടം ചോറുമായിട്ട് ഇരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയെന്നാണ്. ശരിക്കും ചോറിനെ കുറച്ചേ കഴിക്കത്തുള്ളൂ. പക്ഷെ എന്റെ ശരീരം അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാൻ വണ്ണം വെക്കുന്നത്. നമുക്കിപ്പോൾ വണ്ണം ഉള്ളത് മറ്റെന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ടോ എന്തെങ്കിലും കൊണ്ടോ അതൊന്നുമല്ല. വണ്ണം വെക്കുക തിന്നിട്ടാണ് വണ്ണം വെക്കുന്നതെന്നാണ് ഇവർ കുറെ ആൾക്കാരും വിചാരിച്ച് വെച്ചേക്കുന്നത്. തിന്നുകൊണ്ട് മാത്രമാണ് വണ്ണം വെക്കുന്നത്, അല്ലാതെ വേറെ ഒരു കാര്യം കൊണ്ടല്ല. നമ്മൾ ഇങ്ങനെ തിന്നുന്നതുകൊണ്ടാണ് നമ്മൾ വണ്ണം വെച്ചിരിക്കുന്നതെന്നാണ് ഇവർ വിചാരിച്ചേക്കുന്നത്. ഭയങ്കര ഉപദേശം. അത് ഈ ഉപദേശിക്കുന്ന ആൾക്കാർ മെലിഞ്ഞ് സുന്ദരമായിട്ട് ഇരിക്കുന്നെങ്കിൽ പിന്നെയും പറയായിരുന്നു. ഇവർക്ക് വണ്ണം കാണും, അതുകൊണ്ടാണ് നമ്മുടെ അടുത്ത് നല്ല ഉപദേശിച്ചത്. നമ്മൾ ചെറുപ്പക്കാരാണ്, നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്നതാണ്, അതായത് നല്ല ആലോചനയൊക്കെ വരണമെങ്കിൽ മെലിഞ്ഞൊക്കെ ഇരിക്കണം, അതാണ് ഇവർ പറയുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എനിക്ക് മുന്നേ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നത്, അത് ബ്രേക്കപ്പ് ആവാൻ കാരണം എൻ്റെ വണ്ണം തന്നെയായിരുന്നു. കാരണം അവർ വീട്ടുകാരെൻ്റെ അടുത്ത് പറഞ്ഞത്, പുള്ളിക്കാരൻ്റെ ഫാമിലി അമ്മയൊക്കെ പറഞ്ഞത്, എനിക്ക് വണ്ണം ഉണ്ടാകാൻ താല്പര്യമില്ല, കല്യാണം കഴിയുമ്പോൾ ഞാൻ കുറച്ചും കൂടി വണ്ണം വെക്കും, ഞാനും അവരുടെ മകനും കൂടി പുറത്ത് പോകുമ്പോഴത്തേക്കും നാട്ടുകാർ പലതും പറയും എന്നൊക്കെ പറഞ്ഞത് ബ്രേക്കപ്പ് ആയത്. പുള്ളിക്കാരൻ അമ്മയുടെ വാക്കം കേട്ട് എന്നെ ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോയി. അത് വലിയൊരു കഥയാണ്, അത് പറഞ്ഞ ഇപ്പോൾ തീരത്തില്ല. നിങ്ങളോടാണ് ചോദിക്കാനുള്ളത്, ശരിക്കും വണ്ണം ഉള്ളവർക്ക് എന്താണ് കുഴപ്പം? അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്നെ കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ തോന്നുന്നുണ്ടോ? എന്ത് വണ്ണമുള്ള ഇത്രയും വരെ തെറ്റാണോ നമ്മുടെ നാട്ടില്? എല്ലാവരും മെലിഞ്ഞൊക്കെ ഇരിക്കണമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? എനിക്കറിയത്തില്ല കേട്ടോ, നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. എന്താണ് ഈ പ്രശ്നം എന്നൊക്കെ ഉള്ളത് ഈ വണ്ണം ഉള്ളവർക്ക്, ഇത്രയും വേണ്ടി പറയാൻ വേണ്ടിയിട്ട് വണ്ണം ഉള്ളവർ.